നിങ്ങൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ധാരാളം പേര് നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. പക്ഷേ RupeeMonk ഇന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് നിങ്ങൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. ഞാൻ സുബീഷാണ്. RupeeMonk എന്ന യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് RupeeMonk എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. നമ്മൾ ഈ അടുത്ത് RupeeMonkന്റെ സബ്സ്ക്രൈബേഴ്സിനും RupeeMonkന്റെ ആസ്ക് RupeeMonk സർവീസിലെ മെമ്പേഴ്സിനൊക്കെ ആയിട്ട് നമ്മളൊരു പോള് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഫിനാൻഷ്യൽ തെറ്റ് ഏതാണ് എന്നാണ് അവരോട് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങളിൽ നിന്ന് നമുക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട് അവർ എന്തൊക്കെ, അല്ലെങ്കിൽ നമ്മളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ആളുകളും തെറ്റായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും തെറ്റായിട്ടുള്ള രീതികളുമാണ് ഫോളോ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെയും ട്രേഡിംഗ് രീതികളെയും ഒക്കെയാണ് ഇന്ന് സൂചിപ്പിക്കാനായിട്ട് പോകുന്നത്. ഏറ്റവും കുഴപ്പം പിടിച്ചത് ഏറ്റവും അവസാനമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 5ാമത്തെ പോയിന്റിൽ നിന്ന് തുടങ്ങാം. 5ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെന്നി സ്റ്റോക്കുകളാണ്. 16% പേരാണ് ഈ പെന്നി സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. ആ പെന്നി സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തെറ്റാണെന്ന് അവർക്ക് അറിയാം. പക്ഷേ അവരെന്താ ചെയ്യുന്നത്, ഒരു ഗ്രീഡ് അല്ലെങ്കിൽ ഒരു അത്യാഗ്രഹം കൊണ്ട് അത്തരം സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. പെന്നി സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കൊണ്ട് വളരെ ചെറിയ വിലയിലേക്ക്, അതായത് 10 അതിൽ രൂപയോ ഒക്കെ താഴെ ഒരു വിലയിലേക്ക് വന്നിട്ടുള്ള കമ്പനികളാണ് ഈ പെന്നി സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ 2-3 രൂപ കൊടുത്താൽ ഒരു സ്റ്റോക്ക് കിട്ടുമെങ്കിൽ ഒരു 20,000 രൂപ നിക്ഷേപിച്ചാൽ 10,000 സ്റ്റോക്ക് കിട്ടുമല്ലേ. അപ്പോൾ നമ്മുടെ പ്രതീക്ഷ എന്തായിരിക്കും, ഈ 2 എന്നുള്ളത് 3 ആയി കഴിഞ്ഞാൽ വളരെ വലിയ ലാഭം കിട്ടില്ല എന്നുള്ള പ്രതീക്ഷയിലും അത്യാഗ്രഹത്തിലും ആയിരിക്കും നിക്ഷേപിക്കുന്നുണ്ടാവുക. പക്ഷേ സ്വാഭാവികമായിട്ടും അത് സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ 2 രൂപ എന്നുള്ളത് 3 രൂപയാവാൻ കാലങ്ങളെടുക്കും, നല്ല സ്റ്റോക്കല്ല എന്നുണ്ടെങ്കിൽ. നല്ല സ്റ്റോക്കുകൾ സാധാരണഗതിയിൽ അതിന് പെന്നി സ്റ്റോക്കായിട്ട് മാറാറുമില്ല. അപ്പോൾ നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ ഒരിക്കലും അതിൻ്റെ വിലയെ അല്ലെങ്കിൽ അത് എത്ര രൂപയ്ക്ക് കിട്ടുന്നു എന്നുള്ളതല്ല ഒരിക്കലും നോക്കേണ്ടതെന്നാണ് എൻ്റെ വീണ്ടുമുള്ള അഭിപ്രായം. അതുകൊണ്ട് പരമാവധി പെന്നി സ്റ്റോക്കുകൾ ഒഴിവാക്കുക. ഇതിനെപ്പറ്റി നമ്മൾ 2 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ 2 വീഡിയോകളുടെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. അപ്പോൾ പെന്നി സ്റ്റോക്കുകൾ നമ്മുടെ ആളുകൾ കുറച്ച് നിക്ഷേപിക്കുന്നുണ്ട്, അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. അടുത്തൊരു സെറ്റിൽ വരുന്ന ആളുകൾ 22% പേര് ഗോൾഡ് എന്നുള്ളത് ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിൽ കുറേ അധികം പൈസ അതിലേക്ക് നിക്ഷേപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഗോൾഡ് തെറ്റായിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ, സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുക, അതാണ് 1ാമത്തെ തെറ്റ്. 2ാമത്തെ തെറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഗോൾഡ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, Paytm മണിയിലും ഫ്രീ ചാർജിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള സൈറ്റുകളിലൊക്കെ ഈ ഗോൾഡ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ വാങ്ങുന്ന വിലയും വിൽക്കുന്ന വിലയും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരിക്കും. നിങ്ങൾ വാങ്ങുന്നത് 5,000 രൂപയ്ക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്നത് 4,900 രൂപയ്ക്കാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരേ ദിവസം തന്നെ വാങ്ങി വിറ്റാൽ നമുക്ക് 100 രൂപ നഷ്ടമാണെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? അതുകൂടാതെ അതിന് അഡീഷണൽ ആയിട്ടുള്ള പ്രോസസ്സിങ് ചാർജും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഗോൾഡ് മുഖാന്തരം അല്ലെങ്കിൽ നമ്മളുടെ ഈ സ്വർണ്ണാഭരണങ്ങൾ മുഖാന്തരമൊക്കെ വാങ്ങുന്ന ഗോൾഡ് നിക്ഷേപങ്ങൾ തെറ്റായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ അവർ വാങ്ങുന്നുമുണ്ട്. അപ്പോൾ അതാണ് 2ാമത് വരുത്തുന്ന തെറ്റ്. അപ്പോൾ സ്വർണം വാങ്ങുന്നതിനായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ട് എന്ന് പറയും. RBI നടത്തുന്ന സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ. നമ്മൾ സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ 3 മാസം കൂടുമ്പോഴൊക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമുക്ക് ഇഷ്യൂ ചെയ്യും. അത് ആ പറയുന്ന റേറ്റിൽ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വർഷവും 2.5% പലിശ കിട്ടും. അതുകൂടാതെ സ്വർണത്തിന്മേൽ ഉണ്ടാകുന്ന നേട്ടം നമുക്ക് കിട്ടുകയും ചെയ്യും. അത് ഒരു 8 വർഷത്തെ ആണ് ഈ ബോണ്ട്. 5 വർഷം കഴിഞ്ഞാൽ നമുക്കത് വിൽപ്പന നടത്തുകയും ചെയ്യാമെന്നുള്ള ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ 5 വർഷത്തിനുള്ളിലൊക്കെ പണം ആവശ്യം വരുന്നത് ഗോൾഡിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ട് പറ്റില്ല. പക്ഷേ 5 വർഷത്തിന് മേലിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ഗോൾഡിൽ നടത്താൻ സോവറിൻ ഗോൾഡ് ബോണ്ട് നല്ലതാണ്. അതല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ഗോൾഡ് ബീസ് എന്ന് പറഞ്ഞിട്ടുള്ള ETF ഉണ്ട്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ. അതല്ല എന്നുണ്ടെങ്കിൽ നിപ്പോൺ ഇന്ത്യ ഗോൾഡ് സേവിങ്സ് ഫണ്ട്, SBI ഗോൾഡ് ഫണ്ട് പോലുള്ള ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളും തെറ്റില്ലാത്ത ഓപ്ഷനാണ്. അപ്പോൾ ചെയ്യരുതാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ആഭരണങ്ങൾ വാങ്ങുക, ഗോൾഡ് ആഭരണങ്ങൾ വാങ്ങുക, അതുപോലെ ഈ ഗോൾഡ് വാങ്ങുക എന്നുള്ളതൊക്കെയാണ്. 3ാമത്തെ തെറ്റ് ആളുകൾ വരുത്തിയിട്ടുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ ബിനോമോ, ഓപ്ഷൻ എക്സ്പേർട്ട് പോലുള്ള ലെജിറ്റിമേറ്റ് അല്ലാത്ത ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ്.
ഇതിലൊക്കെ നിക്ഷേപിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഇന്ത്യയിൽ അംഗീകരിച്ചിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഒന്നുമല്ല. പരമാവധി ഇത് മൗറീഷ്യസിലോ അല്ലെങ്കിൽ സിംഗപ്പൂരിലോ ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളിലൊക്കെയുള്ള സംഭവമൊക്കെ ആയിരിക്കും. ഇവരുടെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് നാളൊക്കെ ചിലപ്പോൾ നമുക്ക് ലാഭം കിട്ടിയേക്കാം, പക്ഷേ ലോങ് ടൈമിലേക്ക് നമുക്കത് ഒട്ടും ആശാസ്യമല്ലാത്തൊരു സംഗതിയാണ്. അപ്പോൾ ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഒരു 27% ആളുകൾ ഇതുപോലുള്ള തെറ്റുകൾ വരുത്തുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അത്തരം തെറ്റുകൾ പരമാവധി വരുത്താതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ട് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ ഓപ്ഷനാണ് എന്ത്, ഈ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകളിലും എൻഡോമെൻറ്റ് പ്ലാനുകളിലും ചേരുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ LICയുടെയും അല്ലെങ്കിൽ മറ്റുള്ള ഇൻഷുറൻസ് കമ്പനികളുടെയും ഒക്കെ യൂണിറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് പ്ലാനുകൾ, അതുപോലെ LICയുടെയൊക്കെ എൻഡോമെൻറ്റ് പ്ലാനുകൾ, മറ്റുള്ള കമ്പനികളുടെ ഫിക്സഡ് ഇൻകം പ്ലാനുകൾ, അങ്ങനെയുള്ള പ്ലാനുകളിൽ ചേർന്നിട്ട് വലിയ ലാഭം കിട്ടുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഏജൻറ്റുമാർ പറഞ്ഞ് പറ്റിക്കുന്നതാണ് പ്രധാനമായിട്ടും. അങ്ങനെ ചേരുന്ന യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകളും ഫിക്സഡ് ഇൻകം പ്ലാനുകളും ഒക്കെ ചേരുന്നു എന്നുള്ളതാണ് 38% പേര് നടത്തിയിട്ടുള്ള തെറ്റ്. ഇതിനെപ്പറ്റി 100 കണക്കിന് മിനിറ്റോളം ഞാൻ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ലൈഫ് ഇൻഷുറൻസിനെ പറ്റിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് വീഡിയോസിൽ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ തെറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും ആളുകൾ നമ്മളോട് വന്ന് പറയുന്നത്, ഞാനിതിൻ്റെ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചു, 1.5 ലക്ഷം രൂപ അടച്ചു, ഇനി 5 വർഷം കൂടെ അടയ്ക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്താലും എനിക്ക് ലാഭം ഉണ്ടാവുക? ഒന്നും ചെയ്താലും ലാഭം ഉണ്ടാവില്ല. ഇത് ചേരാതിരുന്നായിരുന്നു ഏറ്റവും കൂടുതൽ ലാഭം. മനസ്സിലായില്ലേ? അവരോട് നമുക്ക് വേറെ ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ, അവർ ഇത്രയധികം കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ വേറെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ട് ചേർന്നിട്ടുള്ള കാര്യമാണ് റെഗുലർ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ. 57% പേരാണ് റെഗുലർ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ ചേർന്ന് പൈസ ഇടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. റെഗുലർ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ കുറേ സുഹൃത്തുക്കളായ യൂട്യൂബർമാരുണ്ട്. അവരുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ടുകളെയൊക്കെ പറ്റി പറയും, എന്നിട്ട് അവർ ബ്രോക്കറായിട്ടുള്ള ഫണ്ടുകളിലേക്ക് ചേരുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം, അവരുടെ ഒരു രീതി. അതുപോലെ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഏർപ്പെടുത്തുന്ന അഡ്വൈസർമാരുണ്ട്, അല്ലെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കർമാർ വഴി നടത്തുമ്പോൾ അവർ നടത്തുന്നത്, അല്ല എന്നുണ്ടെങ്കിൽ ബാങ്കുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ ചേർത്തുന്ന മ്യൂച്വൽ ഫണ്ടുകൾ, ഇതെല്ലാം റെഗുലർ മ്യൂച്വൽ ഫണ്ടുകളാണ്. ഇത് ചേർത്തുന്ന ആൾക്ക് നമ്മൾ 1 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം 1000 രൂപ ഓരോ വർഷവും പോവും. അപ്പം നിങ്ങൾ വിചാരിക്കും അത് അത്രയല്ലേ ഉള്ളൂ, ആദ്യത്തെ വർഷം 1000, രണ്ടാമത്തെ വർഷം 2000, മൂന്നാമത്തെ വർഷം 3000, നാലാമത്തെ വർഷം 4000, അങ്ങനെ ഒരു 10 വർഷം ഇട്ട് കഴിഞ്ഞാൽ എത്രയായി? 55,000 രൂപ സിമ്പിളായിട്ട് പോയാ. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും പറയാൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ലാഭം ഉണ്ടാവാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ നമുക്ക് ലാഭം തരാൻ സാധ്യതയുള്ള ആ എമൗണ്ട് ഇവർക്ക് കമ്മീഷനായിട്ട് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ കാര്യങ്ങൾ പഠിച്ച് നമുക്ക് സ്വന്തമായിട്ട് കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെയ്യല്ലേ നല്ലത്. അപ്പോൾ അങ്ങനെ കഴിവുള്ള ആളുകളും ഈ ബാങ്കുകളുടെയും മറ്റുള്ള മ്യൂച്വൽ ഫണ്ട് കമ്പനിക്കാരുടെ ഡിസ്ട്രിബ്യൂട്ടർമാരുടെയും ഒക്കെ വലയിൽ വീഴുന്നുണ്ട്. അത്തരം കാര്യങ്ങളും ഒഴിവാക്കുക. ഇതിനെ പറ്റിയിട്ട് കൂടുതൽ എന്തെങ്കിലും അറിയാണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആസ്ക് RupeeMonk സർവീസിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ 8848030018 ആണ്. ഇതല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചേഞ്ചുകൾ, നിങ്ങളെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യും, ബാക്കിയുള്ളവർക്കും കൂടെ ഉപകാരമാവട്ടെ. കാര്യങ്ങൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്താലും ബാക്കിയുള്ളവർക്കും കൂടെ ഉപകാരമാവും.